നേതാക്കളുടെ യാത്രയയപ്പ് ഏറ്റുവാങ്ങുകയാണ് VS അച്യുതാനന്ദൻ. അണമുറിയാത്ത പ്രവാഹം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ മണ്ണിൽ ഇപ്പോൾ DC ഓഫീസിലാണ് VSന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അണമുറിയാതെ പാർട്ടി പ്രവർത്തകരും മറ്റ് നാട്ടുകാരും VSനെ നെഞ്ചോട് ചേർക്കുന്ന ജനങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആലപ്പുഴയിൽ നിന്ന് മാത്രമുള്ള ആളുകളല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് VSനെ യാത്ര അയക്കാനെത്തിയ പാർട്ടി പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, VSനെ നെഞ്ചേറ്റിയ ജനങ്ങളുണ്ട്. അവർ VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തുകയാണ്. നേരത്തെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് VSന്റെ ഭൗതിക ശരീരം ഒന്ന് പാർട്ടി ഓഫീസ് വരെ എത്തിക്കാൻ നേതാക്കൾ പെടാപ്പാട് പെടുന്നത് നമ്മൾ കണ്ടതാണ്. അവർ അവസാനം എത്രമാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് അവിടെ കാത്തുനിന്ന മനുഷ്യരെ DC ഓഫീസിലേക്കും റിക്രിയേഷൻ സെന്ററിലേക്കും വഴിതിരിച്ചു വിടുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ നിർബന്ധപൂർവം അവിടെ നിന്നവരെ കണ്ട് എന്ന് വരുത്തി അവിടെ നിന്ന് ഭൗതിക ശരീരം അല്പം മുൻപ് ഈ DC ഓഫീസിലേക്ക് എത്തിച്ചത്. അവിടെ പൊതുദർശനം തുടരുകയാണ്. സമാനമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അണമുറിയാത്ത പ്രവാഹമാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാർട്ടി ഓഫീസിന് താങ്ങാവുന്നതിനും അപ്പുറം അത്ര വലിയ ജനക്കൂട്ടം VSനെ അവസാനമായി യാത്രയയക്കാൻ അവിടേക്ക് എത്തുകയാണ്. അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം വലിയ പാടുപെടുന്നു റെഡ് വോളണ്ടിയേഴ്സ് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുതന്നെയാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ആലപ്പുഴയുടെ മണ്ണിൽ വികാരനിർഭരമായ യാത്രയയപ്പ് ഏറ്റുവാങ്ങുകയാണ് സഖാവ് VS അച്യുതാനന്ദൻ. അവർ മുഷ്ടി ചുരുട്ടി ഒന്ന് മുദ്രാവാക്യം വിളിച്ച് VSനെ ഒന്ന് കണ്ട് മടങ്ങുകയാണ്. അവർക്ക് അത്രമാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയമുള്ളൂ. ഒരുപക്ഷെ മുഖം പോലും ഒന്ന് നല്ലതുപോലെ കാണാനുള്ള അവസരം ഓരോരുത്തർക്കും ലഭിക്കുന്നില്ല. പക്ഷേ അത്രമാത്രം ആളുകൾ അവിടെ കാത്തു നിൽക്കുമ്പോൾ ആ പരിമിതമായ സൗകര്യത്തിൽ അത്രയേ അനുവദിക്കാനാകുന്നുള്ളൂ എന്ന ബുദ്ധിമുട്ടാണ് നേതാക്കൾ ഏറ്റുവാങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. നമുക്കറിയാം, റിക്രിയേഷൻ സെന്ററിൽ വലിയ വിപുലമായ ഒരുക്കങ്ങളോടുകൂടി കാത്തിരിക്കുകയാണ്. VSനെ അവിടെ എത്തി കാണാമെന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിട്ട കുറേയധികം മനുഷ്യർ അവിടെ കാത്തു നിൽക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ അവർ ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് വഴിതിരിച്ചു വിട്ട് അവരെ റിക്രിയേഷൻ സെന്ററിലേക്കൊക്കെ എത്തിച്ചിരിക്കുകയാണ്. അവിടെ വലിയ ഒരു ജനസമുദ്രം തന്നെ VSനെ കാത്തു നിൽക്കുന്നുണ്ട്. VSന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കടുത്തേക്ക് VSന് പോകണം. പക്ഷേ പാർട്ടി ഓഫീസിൽ തിരക്കൊഴിയുന്നില്ല. അവിടെ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കും അവസാനമെത്തുന്ന ആൾക്കും കാണാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് പാർട്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് പാർട്ടി നിശ്ചയിച്ചിരുന്ന സമയക്രമങ്ങളൊക്കെ ഒരുപാട് മാറി മറിഞ്ഞു. ഇപ്പോൾ എത്ര മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നത് പോലും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. അത്രമാത്രം ജനങ്ങളാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തുന്നത്. ആലപ്പുഴ സ്നേഹത്തിൽ കുതിർത്ത യാത്രയയപ്പ് VS അച്യുതാനന്ദന് നൽകുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് DC ഓഫീസിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂറിലകമായി അധികമായി അവിടെ എത്തിച്ച മൃതദേഹത്തിൽ അണമുറിയാത്ത പ്രവാഹം പോലെ ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്നതും വേഗം അവിടെ നിന്ന് മൃതദേഹം റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ നടത്തുന്നത്. വളരെ വേഗത്തിൽ റെഡ് വോളണ്ടിയേഴ്സ്മാർ അവിടെ കാണാൻ VSനെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരെ കടത്തിവിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോഴും സമയക്രമങ്ങളൊക്കെ തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ ഭേദമന്യേ പല മനുഷ്യരും റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തുന്നുണ്ട്. അവസാനമായി VSന് അഭിവാദ്യം അർപ്പിക്കാനായി അവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ പുന്നപ്രയിലെ വീട്ടിൽ നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ സാദിഖ് അലി തങ്ങൾ, ഞാലിക്കുട്ടിയെ തുടങ്ങിയ നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വേലിക്കകത്ത് വീട്ടിൽ വന്ന് VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ റിക്രിയേഷൻ സെന്ററിലേക്ക് എത്താനിരിക്കുകയാണ്. അവിടെ വലിയ ഒരു ജനസമുദ്രം തന്നെ VSനെ കാത്തിരിപ്പുണ്ട്. പക്ഷേ പാർട്ടി ഓഫീസിൽ അവസാനമായി VSന് അഭിവാദ്യം അർപ്പിക്കാനെത്തിയവരുടെ വലിയ നീണ്ട നിര തുടരുകയാണ്. VSന്റെ കർമ്മമണ്ഡലമായിരുന്ന ഇടമാണ്. അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന കാലം മുതൽ VSന്റെ തട്ടകമായിരുന്ന ഇടമാണ്. VS ഇവിടെ നിന്നാണ്
പാർട്ടിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്, ജനങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള മനസ്സ് കെട്ടിപ്പടുത്തത്. ഇവിടെ നിന്നാണ് ആദ്യ പാഠങ്ങൾ പഠിച്ചത്. അങ്ങനെ വി എസിൻ്റെ ജീവിതവുമായി അത്രയധികം ഇഴയടുപ്പമുള്ള ഓഫീസാണ്. വി എസ് ജീവിതത്തിൻ്റെ യൗവനത്തിൻ്റെ വലിയൊരു കാലഘട്ടം പിന്നിട്ട സ്ഥലമാണ്. അവിടെ വി എസ് അവസാന നിദ്രയിലാണ്. അവിടേക്ക്, ആ മണ്ണിലേക്ക്, ആ കെട്ടിടത്തിലേക്ക് വി എസിൻ്റെ അവസാന വരവാണ്. അവിടെ ഇനി ഒരു മടങ്ങി വരവ് വി എസിനില്ല. വി എസ് അത്രമാത്രം നെഞ്ചോട് ചേർത്ത ഇടത്ത് പാർട്ടി പ്രവർത്തകർ അതിവൈകാരികമായ യാത്രയയപ്പ് വി എസിന് നൽകുകയാണ്. അണമുറിയാത്ത പ്രവാഹം. ഒരുപക്ഷെ പാർട്ടിയോ വി എസോ തന്നെ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിയാണ് വി എസിൻ്റെ മടക്കം. കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ യാത്രയയപ്പ് വി എസ് എന്ന ജനകീയ നേതാവിന് നൽകുകയാണ്. 22.5 മണിക്കൂർ എടുത്തു ആലപ്പുഴ എന്ന ഭൂമിയിലേക്ക് വി എസിൻ്റെ വിലാപയാത്ര എത്താൻ. ആ വീട്ടിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ, പുന്നപ്രയിലെ വീട്ടിൽ മനുഷ്യർ തിങ്ങി നിറഞ്ഞ് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരുണ്ടായിരുന്നു. രാത്രി വി എസ് പുന്നപ്രയിൽ എത്തുമെന്ന് കരുതി എത്തിയ മനുഷ്യർ 10-14 മണിക്കൂറുകൾ വി എസ് എത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അവരുടെ മുഖത്ത് ക്ഷീണമില്ല, അവരുടെ മുഖത്ത് സങ്കടമില്ല. ഇനിയും തങ്ങളുടെ സഖാവിനെ കാണാൻ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായി എത്തിയ മനുഷ്യരാണ്. വി എസിനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം മാത്രം മനസ്സിൽ ഉറപ്പിച്ച് എത്തിയവരാണ്. അക്ഷമയോടുകൂടിയാണ് അവർ കാത്തുനിന്നത്. പക്ഷേ സമയക്രമങ്ങളൊക്കെ തെറ്റി. സംസ്കാരത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പോലും റിക്രിയേഷൻ സെൻ്ററിൽ പൊതുദർശനത്തിന് വെക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ സമയക്രമങ്ങൾ തെറ്റിയിരിക്കുകയാണ്. വി എസിൻ്റെ ജന്മനാട്, അത്രമാത്രം നെഞ്ചേറ്റിയ നാട് വിട പറയുകയാണ്. ഓരോ മനുഷ്യനും അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒന്ന് കാണാൻ അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണേ കരളെ വി എസ് എ വിളികളാൽ മുഖരിതമാണ് ആലപ്പുഴ. ചുവപ്പൻ അഭിവാദ്യങ്ങളോടുകൂടി, മുഷ്ടി ചുരുട്ടി, കണ്ഠമിടറി, ഒരു മുദ്രാവാക്യം വിളിയോടുകൂടി പാർട്ടി പ്രവർത്തകർ വി എസിന് യാത്രയയപ്പ് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ജനനേതാവിന് ഇതിനപ്പുറം എന്ത് വേണം എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ സ്നേഹത്താൽ പൊതിയുകയാണ് ആലപ്പുഴയുടെ മണ്ണ്. പക്ഷേ ഇത് ആലപ്പുഴയുടെ മാത്രം സ്നേഹമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി പ്രവർത്തകർ, വി എസ് എന്ന ജനകീയ നേതാവിന് നെഞ്ചേറ്റിയ മനുഷ്യർ, വി എസിൽ ആശ്വാസം കണ്ടെത്തിയവർ, വി എസിൻ്റെ നടപടികളിലൂടെ അല്ലെങ്കിൽ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവർ, വി എസിനെ കാവലാളായി കണ്ടവർ, വി എസിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചവർ, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉദാഹരണമായി മനസ്സിൽ പ്രതിഷ്ഠിച്ച രൂപമായി പലർക്കും വി എസ് ഇപ്പോഴുമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ, ആരാധിക്കാൻ ഓരോരോ കാരണങ്ങൾ വി എസിൽ കണ്ടെത്തിയ മനുഷ്യർ അവസാനമായി വി എസിന് യാത്രയയപ്പ് നൽകാനായി ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. വി എസിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വി എസിനെ അവർ യാത്രയാക്കുകയാണ്. വികാരവായ്പോടുകൂടി, മുദ്രാവാക്യം വിളികളോടുകൂടി, സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളോടുകൂടി, അല്പം പുഷ്പങ്ങൾ അർപ്പിച്ച്, അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് ആ ജനനേതാവിനെ അവർ യാത്രയാക്കുകയാണ്. ഇനി റിക്രിയേഷൻ സെൻ്ററിലേക്കാണ് വി എസിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുക. അവിടെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ രീതിയിൽ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് റിക്രിയേഷൻ സെൻ്ററിലാണ്. അവിടെ ഇനി എന്താണ് കാഴ്ചയെന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വലിയ ജനസഞ്ചയമുണ്ട് അവിടെ. വി എസിനെ അവസാനമായി ഒരു നോക്കു കാണാൻ അവിടേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. മറ്റു പലയിടങ്ങളിലും കാത്തുനിന്നവരെ കൂടി പാർട്ടി നേതാക്കൾ ഇടപെട്ട് റിക്രിയേഷൻ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം സ്ഥലപരിമിതി, സമയനിഷ്ഠ പാലിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലരോടും റിക്രിയേഷൻ സെൻ്ററിലെത്താൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നതാണ് വലിയ ചുടുകാട്ടിൽ. അവിടേക്ക് 3 മണിക്ക് സംസ്കാരത്തിന് മൃതദേഹം എത്തിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയയപ്പ് നടക്കേണ്ടുന്ന റിക്രിയേഷൻ സെൻ്ററിൽ നിശ്ചയിച്ചിരുന്ന ഇടത്തേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാൻ ഇതുവരെയും കഴിയാത്ത സാഹചര്യമാണ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയുള്ള കാത്തിരിപ്പാണ്. ഇവിടെ ജനപ്രവാഹമൊന്ന് ഒതുങ്ങിയാൽ മാത്രമേ വി എസിൻ്റെ ഭൗതിക ശരീരം അവിടേക്ക് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കുമെന്നത്
നമുക്ക് അറിയാൻ കഴിയില്ല. അത് നീണ്ടുപോകും. റിക്രിയേഷൻ സെന്ററിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നതിൻ്റെ അളവനുസരിച്ച് മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ. വലിയ ചുടുകാട്ടിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. VSന്റെ പ്രിയ സഖാക്കൾക്കൊപ്പം, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കൊപ്പം അവിടെ VSന് അവസാനമായി ഉറങ്ങാനുള്ള ഭൂമി ശരിയാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ ഒരുക്കങ്ങളും സംസ്കാര ചടങ്ങിന് പൂർത്തിയായിരിക്കുന്നു. അവിടെ അന്ത്യനിദ്രയിൽ VS ലയിക്കുന്നത് VSന്റെ തന്നെ ആഗ്രഹമായിരുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ പക്ഷേ എപ്പോൾ തുടങ്ങാനാകുമെന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. ഇപ്പോഴും ആർത്തലയ്ക്കുന്ന മുദ്രാവാക്യം വിളികൾ നമുക്ക് കേൾക്കാം. VSന്റെ മുഖം പ്രസന്നവദനായ VSനെ തന്നെയാണ് അന്ത്യയാത്രയിലും നമ്മൾ കാണുന്നത്. ഒരു മയക്കത്തിലെന്ന പോലെ VS കേൾക്കുന്നു. എന്നും ജനങ്ങൾ VSനൊരു ഹരമായിരുന്നു. ഇങ്ങനെ ആർത്തലയ്ക്കുന്ന ജനങ്ങൾ VSന്റെ പ്രസംഗവേദികളിലേക്ക്, VS സംസാരിക്കാൻ എത്തുന്ന ഇടത്തേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലേക്കൊക്കെ എത്തുന്നത് VSനെ ഹരം പിടിപ്പിക്കും. ആളുകളുടെ പ്രചോദനം കൂടിയാകുമ്പോൾ VSന്റെ പ്രസംഗം കേട്ടിരിക്കാൻ വളരെ രസമുള്ളതാകും. അദ്ദേഹത്തിൻ്റെ അംഗവിക്ഷേപവും സംസാര ശൈലിയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ്. ജനങ്ങളുടെ ആവേശം VSനും വലിയ ആവേശം സൃഷ്ടിക്കും. ആ ആവേശം ഇപ്പോൾ ജനങ്ങൾ അതിൻ്റെ എത്രയോ മടങ്ങിരട്ടിയായി പ്രകടിപ്പിക്കുകയാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ VS അതൊന്നും കാണുന്നില്ല. നിദ്രയിലെന്ന പോലെ VS കിടക്കുന്നു. VSന്റെ അവസാന യാത്രയാണ്. മാധ്യമങ്ങളോടും വലിയ സൗഹൃദം പുലർത്തിയിരുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. മാധ്യമങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട നേതാവാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ആ രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. മാധ്യമങ്ങൾ VSന്റെ ഓരോ നിമിഷവും അവസാന യാത്രയുടെ ഒപ്പിയെടുക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങളെ കാണുമ്പോൾ ആവേശഭരിതനാകുന്ന VS അത് കാണുന്നില്ല. VSന്റെ അവസാന യാത്രയാണ്. DC ഓഫീസിൽ വലിയ ജനത്തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്.